നമസ്കാരം. ഇൻഫോർ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പേരാമ്പ്രയിൽ മിനി ലോറിയിൽ പച്ചക്കറികളുടെ കൂടെ ഒളിപ്പിച്ച് കടത്തുകയായിരുന്ന 2765 ലിറ്റർ സ്പിരിറ്റ് പിടികൂടി. സ്കൂൾ വിദ്യാർത്ഥികളെ കബളിപ്പിച്ച് ബാറിലേക്ക് കൊണ്ടുപോയി മദ്യം കുടിപ്പിച്ച സംഭവം. കെഎസ്ഇബി ജീവനക്കാരനും ബാർ ജീവനക്കാരും അറസ്റ്റിൽ. കുന്നംകുളം യേശുദാസ് റോഡിലുള്ള ചേംബർ ഓഫ് കൊമേഴ്സിന്റെ കെട്ടിടത്തിലെ പ്രധാന എസി ഹാൾ കത്തി നശിച്ചു. ഭൂമിക്ക് അധിക വില ഈടായി സ്വീകരിച്ച് 10 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്ന് സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാറുടെ പരാതി. മദ്യപാനത്തെ തുടർന്നുണ്ടായ തർക്കത്തിൽ ഇരിങ്ങാലക്കുടയിൽ 2 പേർക്ക് കുത്തേറ്റു. വെള്ളിയാഴ്ച രാത്രിയാണ് സംഭവം. ഉപജില്ലാ വിദ്യാരംഗം കലാസാഹിത്യവേദി പ്രവർത്തനോദ്ഘാടനം പോട്ട കെഇസി യുപി സ്കൂളിൽ കവിയും കഥാകൃത്തുമായ ടിനോ ഗ്രേസ് തോമസ് നിർവഹിച്ചു. യൂത്ത് കോൺഗ്രസ് സ്ഥാപക ദിനവും ക്വിറ്റ് ഇന്ത്യ ദിനാചരണവും വെണ്ടൂർ സെന്ററിൽ ആചരിച്ചു. വിശദമായ വാർത്തയിലേക്ക്. പേരാമ്പ്രയിൽ മിനി ലോറിയിൽ പച്ചക്കറികളുടെ കൂടെ ഒളിപ്പിച്ചു കടത്തുകയായിരുന്ന 2765 ലിറ്റർ സ്പിരിറ്റ് പിടികൂടി. കൊടകര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ദേശീയപാതയിലൂടെ മിനി ലോറിയിൽ കടത്തിക്കൊണ്ടു പോവുകയായിരുന്ന അനധികൃത സ്പിരിറ്റ് ശേഖരവുമായി യുവാവ് പിടിയിൽ. ആലപ്പുഴ കൈനഗരി മാറാന്തര വീട്ടിൽ സുരാജിനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിൽ ചാലക്കുടി ഡിവൈഎസ്പി PC ബിജുകുമാറും സംഘവും ചേർന്ന് പിടികൂടിയത്. ഓണത്തോടനുബന്ധിച്ച് വ്യാജമദ്യ ഉൽപാദനവും വിതരണവും ഉണ്ടാകുവാൻ ഇടയുണ്ടെന്ന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് തൃശൂർ റേഞ്ച് DIG ഹരിശങ്കർ IPSന്റെ നിർദ്ദേശപ്രകാരം റേഞ്ച് തലത്തിൽ നടത്തപ്പെടുന്ന പ്രത്യേക പരിശോധനയുടെ ഭാഗമായാണ് പോലീസ് ദേശീയപാതയിൽ വാഹന പരിശോധന നടത്തിയത്. അതിവേഗതയിൽ വന്നിരുന്ന ഒരു വാഹനത്തെക്കുറിച്ച് അറിവ് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പേരാമ്പ്ര അടിപ്പാതയോട് ചേർന്ന് നടത്തിയ വാഹന ചെക്കിങ്ങിനിടയിലാണ് മിനി ലോറിയിൽ പച്ചക്കറികൾക്കിടയിൽ ഒളിപ്പിച്ച നിലയിൽ സ്പിരിറ്റ് ശേഖരം കണ്ടെടുത്തത്. സ്കൂൾ വിദ്യാർത്ഥികളെ കബളിപ്പിച്ച് ബാറിലേക്ക് കൊണ്ടുപോയി മദ്യം കുടിപ്പിച്ച സംഭവം. കെഎസ്ഇബി ജീവനക്കാരനും ബാർ ജീവനക്കാരും അറസ്റ്റിൽ. സ്കൂൾ വിദ്യാർത്ഥികളെ കബളിപ്പിച്ച് മദ്യം കൊടുക്കുവാനായി ബാറിലേക്ക് കൊണ്ടുവന്ന കെഎസ്ഇബി ജീവനക്കാരനും മദ്യം നൽകിയ ബാർ ജീവനക്കാരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. കെഎസ്ഇബി ജീവനക്കാരൻ അന്നമനട കാട്ടുകണ്ടത്തിൽ വീട്ടിൽ സ്നേഹേഷ്, മദ്യം നൽകിയ ബാർ ജീവനക്കാരായ പാലക്കാട് കിഴക്കഞ്ചേരി എളവൂർ പാടം കാട്ടിരിക്കൽ വീട്ടിൽ ദിവാകരൻ, വയനാട് പുൽപ്പള്ളി വടക്കൽ അനീഷ് എന്നിവരാണ് അറസ്റ്റിലായത്. ഇവർക്കെതിരെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരവും അബ്കാരി ആക്ട് പ്രകാരവും കേസെടുത്തു. കഴിഞ്ഞ ദിവസം 4:30 ചായപ്പൻകുഴിയിലുള്ള സ്കൂളിന്റെ മുന്നിൽ നിന്നും പ്രായപൂർത്തിയാകാത്ത 2 സ്കൂൾ കുട്ടികളെ മോട്ടോർ സൈക്കിളിൽ മോതിരക്കണ്ണിയിലുള്ള ബാറിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ബാറിൽ വെച്ച് കുട്ടികൾക്ക് ബിയർ കുടിക്കാൻ നൽകുകയായിരുന്നു. കെഎസ്ഇബി ജീവനക്കാരനായ സ്നേഹേഷിനെതിരെ വകുപ്പുതല നടപടികൾക്കായി റിപ്പോർട്ട് സമർപ്പിക്കും. കുന്നംകുളം യേശുദാസ് റോഡിലുള്ള ചേംബർ ഓഫ് കൊമേഴ്സിന്റെ കെട്ടിടത്തിലെ പ്രധാന എസി ഹാൾ കത്തി നശിച്ചു. ഇന്ന് പുലർച്ചെ 3 മണിയോടെയാണ് തീപിടുത്തമുണ്ടായത്. ഷോർട്ട് സർക്യൂട്ട് എന്ന് പ്രാഥമിക നിഗമനം. മുകളിലെ സീലിംഗും കസേരകളും സെൻട്രലൈസ്ഡ് എസിയും ഫാനുകളും പ്രൊജക്ടറുകളും ടൈലുകളും അഗ്നിക്കിരയായി. മുറിയുടെ ഗ്ലാസ് ഡോറുകളും പൊട്ടിത്തെറിച്ചു. 1-ാം നിലയിലെ വലിയ ഹാളാണ് കത്തിയത്. പുലർച്ചെ ഹാളിൽ നിന്നും പുക ഉയരുന്നത് കണ്ട ആളുകളാണ് വിവരം പുറത്തറിയിച്ചത്. ചേംബർ ഓഫീസിലേക്കും മറ്റു ഹാളുകളിലേക്കും തീ പടർന്നിട്ടില്ല. വിവാഹങ്ങൾ, വലിയ സമ്മേളനങ്ങൾ ഉൾപ്പെടെയുള്ള പരിപാടികൾ നടക്കുന്ന ഹാളാണ് കത്തിയത്. ഭൂമിക്ക് അധിക വില ഈടായി സ്വീകരിച്ച് 10 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്ന് സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാറുടെ പരാതി. മാള സർവീസ് സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭരണസമിതി അംഗങ്ങൾക്കെതിരെ പോലീസ് കേസെടുത്തു. ബാങ്ക് മുൻ പ്രസിഡന്റ് AR രാധാകൃഷ്ണൻ ഉൾപ്പെടെ 21 പേർക്കെതിരെയാണ് മാള പോലീസ് കേസെടുത്തത്. വഴിയില്ലാത്ത സ്ഥലവും നെൽവയലും കൂടിയ വിലയ്ക്ക് ഈടുവെച്ച് വായ്പ നൽകി എന്നാണ് പരാതി.
2006 ഒക്ടോബർ 7 മുതൽ 2024 ജനുവരി 21 വരെയുള്ള കാലയളവിൽ 10,07,06,991 രൂപ ബാങ്കിന് നഷ്ടം വരുത്തിയെന്ന് ജോയിന്റ് രജിസ്ട്രാർ നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. മദ്യപാനത്തെ തുടർന്നുണ്ടായ തർക്കത്തിൽ ഇരിങ്ങാലക്കുടയിൽ 2 പേർക്ക് കുത്തേറ്റു. വെള്ളിയാഴ്ച രാത്രിയാണ് സംഭവം. ബന്ധുക്കൾ ഒരുമിച്ചുള്ള മദ്യപാനത്തിനിടെ തർക്കം നടക്കുകയും കത്തിക്കുത്തിൽ എത്തുകയുമായിരുന്നു. ഇരിങ്ങാലക്കുട കനാൽ ബേസ് സ്വദേശികളായ അരിക്കാട്ട് പറമ്പിൽ വീട്ടിൽ ഹിരീഷ്, സന്ദീപ് എന്നിവർക്കാണ് കുത്തേറ്റത്. പോലീസ് എത്തി ഇവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഉപജില്ലാ വിദ്യാരംഗം കലാസാഹിത്യവേദി പ്രവർത്തനോദ്ഘാടനം പോട്ട KEC UP സ്കൂളിൽ കവിയും കഥാകൃത്തുമായ ടിനോ ഗ്രേസ് തോമസ് നിർവഹിച്ചു. നഗരസഭാ കൌൺസിലർ വത്സൻ ചമ്പക്കര അധ്യക്ഷത വഹിച്ചു. കവി വയലാർ രാമവർമ്മയുടെ കൊച്ചുമകൾ S മീനാക്ഷി, AEO PB നിഷ, BPC ലിജോ ജോസ്, HM ഫോറം കൺവീനർ റാണി ജോൺ, മാധ്യമപ്രവർത്തകൻ KR ശശികുമാർ, പോട്ട KEC UP സ്കൂൾ മാനേജർ ഇൻചാർജ് ഫാദർ സെഞ്ചോ നടുവിൽ പീടിക, ഹെഡ്മിസ്ട്രസ് N സീലി സാനി, കൺവീനർ PS സോണി എന്നിവർ പ്രസംഗിച്ചു. മുഴുവൻ സമയവും ലൈബ്രറി അറിയപ്പെടുന്ന കലാസാഹിത്യവേദിയുടെ ഈ ഉദ്ഘാടന സഭയാണ്. എന്തായാലും എന്റെ ജീവിതത്തിൽ ഏറ്റവും ധന്യമായ ഒരു മുഹൂർത്തത്തിൽ യൂത്ത് കോൺഗ്രസ് അളഗപ്പ നഗർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് സ്ഥാപക ദിനവും ക്വിറ്റ് ഇന്ത്യ ദിനാചരണവും വെണ്ടൂർ സെന്ററിൽ ആചരിച്ചു. മണ്ഡലം പ്രസിഡന്റ് ഹരൺ ബേബി പതാക ഉയർത്തി യോഗത്തിന് അധ്യക്ഷത വഹിച്ചു. നിയോജകമണ്ഡലം പ്രസിഡന്റ് ഫൈസൽ ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു. നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് പ്രിൻസ് ഫ്രാൻസിസ് മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് രാധാകൃഷ്ണൻ, ബ്ലോക്ക് സെക്രട്ടറി ജയൻ കൂവക്കാടൻ, നിയോജകമണ്ഡലം സെക്രട്ടറിമാരായ ആൽബിൻ സ്റ്റാൻലി, ആൻസ് ആന്റോ, മണ്ഡലം സെക്രട്ടറി ജെറിൻ എന്നിവർ സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം ഭാരവാഹികളായ അഭിഷേക്, ആൻജോ ഷാന്റി, മഹിളാ കോൺഗ്രസ് നേതാവ് ബിജി NC, കോൺഗ്രസ് നേതാക്കളായ മനോജ് സുന്ദർ, സന്തോഷ് പറക്കാടൻ, ജെൻസൺ കണ്ണത്ത്, ജിഫിൻ ജോർജ്, ജിജോ ജോൺ, സുന്ദരൻ, ജോയ്, ജെയ്സൺ എന്നിവർ നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 25 രൂപ കുറഞ്ഞു. ഗ്രാമിന് 9,455 രൂപ, പവന് 75,560 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പേരാമ്പ്രയിൽ മിനി ലോറിയിൽ പച്ചക്കറികളുടെ കൂടെ ഒളിപ്പിച്ച് കടത്തുകയായിരുന്ന 2765 ലിറ്റർ സ്പിരിറ്റ് പിടികൂടി. സ്കൂൾ വിദ്യാർത്ഥികളെ കബളിപ്പിച്ച് ബാറിലേക്ക് കൊണ്ടുപോയി മദ്യം കുടിപ്പിച്ച സംഭവം. KCB ജീവനക്കാരനും ബാർ ജീവനക്കാരും അറസ്റ്റിൽ. കുന്നംകുളം യേശുദാസ് റോഡിലുള്ള ചേംബർ ഓഫ് കൊമേഴ്സിന്റെ കെട്ടിടത്തിലെ പ്രധാന AC ഹാൾ കത്തിനശിച്ചു. ഭൂമിക്ക് അധിക വില ഈടായി സ്വീകരിച്ച് 10 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്ന് സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാറുടെ പരാതി. മദ്യപാനത്തെ തുടർന്നുണ്ടായ തർക്കത്തിൽ ഇരിങ്ങാലക്കുടയിൽ 2 പേർക്ക് കുത്തേറ്റു. വെള്ളിയാഴ്ച രാത്രിയാണ് സംഭവം. ഉപജില്ലാ വിദ്യാരംഗം കലാസാഹിത്യവേദി പ്രവർത്തനോദ്ഘാടനം പോട്ട KEC UP സ്കൂളിൽ കവിയും കഥാകൃത്തുമായ ടിനോ ഗ്രേസ് തോമസ് നിർവഹിച്ചു. യൂത്ത് കോൺഗ്രസ് സ്ഥാപക ദിനവും ക്വിറ്റ് ഇന്ത്യ ദിനാചരണവും വെണ്ടൂർ സെന്ററിൽ ആചരിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. ഇന്നത്തെ വാർത്തയുടെ പുനർസംപ്രേക്ഷണം രാത്രി 10:30-നും 11:30-നും.
രാവിലെ 6:30, 7:30, 8:30, ഉച്ചയ്ക്ക് 12 മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.